അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത്, രോഗികളായാൽ സന്ദർശിക്കരുത്. നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ പോട പുറത്ത് വരും, മെല്ലെ കപ്പന മാതിരി പൂച്ച സന്യാസിയായിട്ട് വരും. നമ്മളെ പേർക്ക് നമ്മളെ പോലെ ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും. എന്തിനാടാ നീ ഇവിടെ വരുന്നത്? പുറത്ത്, ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര. അതിന് ധൈര്യം കാണിക്കണം നമ്മൾ. അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സലഫികൾ അടങ്ങി മൂലക്കിരിക്കും. അവന്റെ ചങ്ങായിപ്പാടാക്കിയിട്ട്, അവനെ കച്ചവടത്തിന് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട്, അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്ണറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ഉസ്താദ് അങ്ങനെ നോക്കിയാവൂടാ, ബിസിനസ് അല്ലേ? ബിസിനസ് ഹലാലാകണ്ടേ? ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ? ആഖിബത്ത് നന്നായിട്ട് മരിക്കണ്ടേ? ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും തബ്ലീഗുകാരോ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഡേഞ്ചർ വിഭാഗമാണവർ. അവരെ നായി തൊട്ട കലം പോലെ മൂലയിൽ കൊണ്ടുപോയി വെക്കണം. അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം. ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല. അവനൊരു സലഫി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല. അത്രയും ഡേഞ്ചർ ഉണ്ട് സഹോദര. അവന്റെ കാറ്റടിച്ചിട്ടാണ് ഉസ്താദ് അങ്ങനെ നോക്കിയ ഗൗഡ. അവർ ആയത്തല്ലേ ഓതറേ, അവനും ഹദീസല്ലേ ഓതറേ. ഇത് എങ്ങനെ വന്നത്? അവന്റെ കാറ്റടിച്ചിട്ട്. ഇയ്യാക്കും ഇയ്യാഹും എന്ന് പറഞ്ഞാൽ അവന്റെ കാറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾക്ക് കയറാൻ പാടില്ല. മഞ്ഞനാടി വലിയ ഉസ്താദ് അള്ളാഹു ദറജകൾ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, ഒരു പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തുടങ്ങിയ മുക്കാഘണ്ടകൾ ഒരു ബസ്സിൽ കയറിയാൽ അവൻ ഫ്രണ്ടിലാണ് ഉണ്ടതെങ്കിൽ നീ ആ ബാക്കിൽ കയറാൻ പാടില്ല. എന്തേ? ഫ്രണ്ടിലടിച്ച കാറ്റിയാണ് ബാക്കിലേക്ക് അടിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിന്റെ ആ വൃത്തികെട്ട വീട്ടിലേക്ക് അടിച്ച കാറ്റി, സലഫിയുടെ വൃത്തികെട്ട വീട്ടിലേക്ക് അടിച്ച കാറ്റി, തബ്ലീഗുകാരന്റെ വൃത്തികെട്ട വീട്ടിലേക്ക് അടിച്ച കാറ്റി നിന്റെ വീട്ടിലേക്ക് അടിക്കും. നീ ഒരു വലി വലിക്കും. നിന്റെ പണി കഴിഞ്ഞ്. പിന്നെ നീ പറയുന്നത് അവന് ആയത്തോദരല്ലേ, അവന് ഹദീസോദരല്ലേ, ബിസിനസ്സിലെ നോക്കിയ ഗൗഡ. എന്ത് ബിസിനസ് സഹോദര? ഇരുത്തണ്ടോടെ തിരുത്തിയാൽ ഒരു നിലക്കും ബുദ്ധിമുട്ടില്ലാതെ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഇയ്യാക്കും ഇയ്യാഹും, അവരെ വളരെ കരുതലോടുകൂടി നാം സൂക്ഷിക്കണം. അവരെ ജാഗ്രതരാകണം. അവരെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി കമ്മിറ്റികളിൽ ഒരൊറ്റ സലഫിയെയോ ഒരൊറ്റ മുജാഹിദിനെയോ ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗിനെയോ കയറ്റാൻ പാടില്ല. അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല. ശംസുൽ ഉലമ പണ്ട് പറഞ്ഞിട്ടുണ്ട്. സമസ്ത 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനരായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളി ബിൽഡിംഗ് ആണ്. പള്ളി